ഫാക്ടറിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് അതിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു ചെയ്യാൻ വേണ്ടി പോയത്. അതൊക്കെ നമ്മളെ സമയം തീർന്നത്. അപ്പൊ നമുക്ക് ബൈപ്പാസ് ഫാക്ടർ എന്താന്ന് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞുതരാം, ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. പ്രോബ്ലത്തിലേക്ക് തന്നെ നീങ്ങാം. സ്ക്രീന് പ്രസന്റ് ചെയ്യേണ്ടി കാണുന്നുണ്ട്. ഓക്കെ, റെഡിയാ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ബൈപ്പാസ് ഫാക്ടറിനെ പറ്റിട്ടേ. ബൈപ്പാസ് ഫാക്ടർ എന്താന്ന് നമ്മളെ തണുപ്പിക്കല് ചൂടാക്കല് എന്ന് മാത്രം പറഞ്ഞിട്ടായിരുന്നു ഇത്തിരി സമയം ക്ലാസ്സിൽ പറഞ്ഞോണ്ടത്. എന്നിട്ട് അതിന്റെ പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തത്. വേറെ നമ്മളൊന്നും ബോധർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ തൽക്കാലം ഒരു എന്തെടുക്കുന്നുണ്ട്, ഒരു ഡക്റ്റിനെ ഞാൻ കൺസിഡർ ചെയ്യാം. അതൊരു പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈനിന്റെ ഉള്ളിലേക്ക് എയർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അത് ചൂടുള്ള എയർ ആണെന്ന് വിചാരിക്കും. ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള എയർ ഇതിന്റെ ഉള്ളിലേക്ക് വരാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ എ സിന്റെ സിസ്റ്റം വെച്ചിട്ടുള്ളത്. റെഫ്രിജറേഷൻ കൂളിംഗ് കോയിൽ ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് വിചാരിക്കാം. ബൈപ്പാസ് ഫാക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 30 ഡിഗ്രി സെൽഷ്യസിലുള്ള എയർ പുറത്തേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താവും, ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് കിട്ടും. നമുക്കൊരു 10 ഡിഗ്രി സെൽഷ്യസ് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 30 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് ആക്കണമെങ്കിൽ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ 10നേക്കാട്ടിയും കുറവ് ഡിഗ്രി സെൽഷ്യസ്, അതായത് 8 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൂളിംഗ് കോയിലിന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 10എങ്കിലും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുമോ? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന എയറിൻ്റെ അകത്തുള്ള കുറച്ച് തരപ്പന്മാരുണ്ടാവും. ആ തരപ്പന്മാർ അതിലൂടെ പോകും, ബൈപ്പാസ് ചെയ്തിട്ട് പോയി കളയും. അതുകൊണ്ടാണ് കോയിലിന്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് കോണ്ടാക്ട് വന്നിട്ട് തന്നെ പോകണം എന്നില്ല. ചില ആൾക്കാർ ബൈപ്പാസ് ചെയ്തിട്ട് പോയി കളയും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈപ്പാസ് ഫാക്ടർ എന്നൊക്കെ പേരൊക്കെ വന്നത്. അപ്പോൾ ഇതിന്റെ നമ്മളെ എഫിഷ്യൻസിന്റെ അതേ ഇക്വേഷൻ പോലെ തന്നെ നമ്മൾ ഇത് ചെയ്യേണ്ടത്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ബൈപ്പാസ് ഫാക്ടർ BPF എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ടിൽ ചെയ്താൽ ബൈപ്പാസ് ഫാക്ടർ. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഡിഗ്രി സെൽഷ്യസും 10 ഡിഗ്രി സെൽഷ്യസും, അതാണ് റൈറ്റ് സൈഡ് കാണുന്നത്. അപ്പൊ അതിനെ ഞാൻ എടുത്തു. അതിലേറ്റവും വലുത് എന്ന് വെച്ചാൽ ഏതാണ്? 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. നമ്മൾ ഉള്ളിലേക്ക് കൊടുത്ത സാധനം ആ സൈഡിലേക്ക് നോക്കുക, അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 30 ആണ് ഏറ്റവും വലുത്. 30 മൈനസ് 8 ഈസ് ഈക്വൽ ടു 2/22 എന്ന് കിട്ടും. ഇന്നലെ എത്ര വാല്യൂസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബൈപ്പാസ് ഫാക്ടർ എപ്പോഴും എന്തായിരിക്കും, 1നേക്കാട്ടിയും ചെറിയൊരു വാല്യൂ ആയിരിക്കും. അതിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു പറഞ്ഞുകൊടുക്കുന്നത്. പിന്നെ ഇന്നലെ വേറെ എന്തെങ്കിലും മിസ്സായി പോയിരുന്ന? നമ്മൾ ഈ കോയിലിന്റെ ടെമ്പറേച്ചറിനെ നമ്മൾ എപ്പോഴും പറയാ എന്ത്, ADP എന്ന് പറയുന്നത്, അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് നമ്മളെ കൂളിംഗ് കോയിൽ അപ്പാരറ്റസിന്റെ ആ ഒരു അപ്പാരറ്റസിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത് T ടെമ്പറേച്ചർ ADP എന്ന് പറഞ്ഞിട്ടാണ് ഷോർട്ടായിട്ട് പറയാം. ഇത്രയായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അങ്ങനെ നമ്മളെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇപ്പം പ്രോബ്ലത്തിലേക്ക് നീങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു അറ്റ്മോസ്ഫിയറിക് എയർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ നമ്മുടെ മനസ്സിലൊരു ചിരിയൊക്കെ വരണം. കാരണം നമുക്ക് എന്തിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡയറക്റ്റ് നമ്മളുടെ ആരെ കണ്ടുപിടിക്കാം, സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ മുഖത്തൊരു സന്തോഷമൊക്കെ കാരണം 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 75 ഡിഗ്രി സെൽഷ്യസ് ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതായത് നമുക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ആ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 2 പോയിന്റ് ഉണ്ട്. എൻ്റെ കൂളിംഗ് കോയിൽ, അത് ഇപ്പം പറഞ്ഞ പോലെ ഒരു കൂളിംഗ് കോയിലിന്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് അറ്റ് എ റേറ്റ് ഓഫ് 200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. 200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്ന് വെച്ചാൽ വോളിയം ഫ്ലോ റേറ്റാണ് തന്നിട്ടുള്ളത്. മാസ് ഫ്ലോ റേറ്റ് അല്ല, വോളിയം ഫ്ലോ റേറ്റ്. അതായത് വോളിയത്തിന്റെ മുകളിൽ ഡോട്ട്. ദ കോയിൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഈസ് 14 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് തന്നിരിക്കുന്നത് കോയിലിന്റെ ടെമ്പറേച്ചറാണ്.
ഓക്കെ, അത് 14 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബൈപ്പാസ് ഫാക്ടറും തന്നിട്ടുണ്ട് 0.1 ആണ്. അങ്ങനെ ഡിറ്റർമൈൻ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദ കോയിൽ ആൻഡ് കപ്പാസിറ്റി ഓഫ് കൂളിംഗ് വാല്യൂ. ഇതായിരുന്നു പറഞ്ഞത്. അപ്പം ധൈര്യമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ബൈപ്പാസ് ഫാക്ടർ ഒക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ അതേ പൈപ്പ് ലൈൻ ഞാൻ ഒന്ന് വരയ്ക്കാം ഒന്നുകൂടെ. ഒരു പൈപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു കൂളിംഗ് കോയിൽ ഉണ്ട്. നമുക്ക് പുറത്തുനിന്ന് വരുന്ന എയർ, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എയർ, അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 30 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുള്ളത്. അത് ഈ കൂളിംഗ് കോയിൽ വഴി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് തണുത്തിട്ടാണ് കിട്ടുക പുറത്ത്. അത് എത്രയോ ഡിഗ്രി സെൽഷ്യസ് ആണ്. തൽക്കാലം ഞാൻ T2 എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്, കാരണം എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പകരം എനിക്ക് ക്വസ്റ്റ്യനിൽ തന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിലിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, TADP തന്നിട്ടുണ്ട്. അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ 14 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. മാത്രമല്ല ബൈപ്പാസ് ഉണ്ട് 0.1 ആണ്. ഇത്രയും സാധനം കിട്ടി എനിക്ക് ധൈര്യമായിട്ട് T2 കണ്ടുപിടിക്കാൻ പറ്റും. T2 കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാം. അറിയാം ബൈപ്പാസ് ഫാക്ടർ എന്താണ്. ബൈപ്പാസ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? T2 മൈനസ് TADP ഡിവൈഡ് ബൈ, അതായത് റൈറ്റ് സൈഡിലുള്ള സാധനം, അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് T2 മൈനസ് TADP ഡിവൈഡഡ് ബൈ നമ്മൾ കൊടുത്ത ഇൻപുട്ട്, അതായത് 30 ഈ TADP, അതായത് 30 മൈനസ് TADP which is equal to ബൈപ്പാസ് ഫാക്ടറിന്റെ വാല്യൂ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.1 ആണ്. which is equal to T2 എനിക്ക് അറിയില്ല, അത് അവിടെ തന്നെ കിടക്കട്ടെ, മൈനസ് ADP എനിക്ക് തന്നിട്ടുണ്ട് 14 ആണ്, ഡിവൈഡഡ് ബൈ 30 ഉണ്ട്, മൈനസ് TADP എനിക്ക് തന്നിട്ടുണ്ട് 14. ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും ധൈര്യമായിട്ട്? T2 is equal to എത്ര കിട്ടും? ഒന്ന് ചെയ്തൊക്കെ. T2 equal to വാല്യൂ എത്രയാ? 15.6 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. T2 കിട്ടി. ഇനി എനിക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം ബാക്കിയുള്ളതൊക്കെ. പക്ഷേങ്കിൽ ഈ രണ്ടാമത്തെ പോയിന്റിലുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അങ്ങനെ വേറെ ഒരു സാധനം എനിക്കറിയില്ല, ടെമ്പറേച്ചർ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രാഫിൻ്റെ അകത്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ പോയിന്റ് എവിടെയാണ്. അപ്പം നമ്മൾ നേരെ നമ്മളെ ഗ്രാഫിലേക്ക് പോകും. ഗ്രാഫ് എടുത്ത് എല്ലാവരുടെയും മുന്നിൽ ഗ്രാഫൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിടിച്ചൊന്ന് പൊക്കി അപ്പുറം കൊണ്ടുവരട്ടെ. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആ ഒന്നാമത്തെ കണ്ടീഷൻ? ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. 30 ഡിഗ്രി സെൽഷ്യസ് DBTയും 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. അപ്പൊ 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ലൈനും അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ഞാൻ വരച്ച വൃത്തികേടാക്കൂല, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കാണുന്ന പോലെ വരക്കുള്ളൂ. 30 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസ് വരുന്നത് ഇവിടെ. അപ്പൊ ഇതിങ്ങനെ നീട്ടി വരച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ മുകളിലോട്ടേക്ക് പോയിട്ട് എവിടെ വന്ന് മുട്ടും? അത് പ്ലസ് 75 രണ്ടും കൂടിയിട്ടാണ് കൂട്ടിമുട്ടിക്കേണ്ടത് നമുക്ക്. അതായത് ഇവിടെയാണ് പോയിന്റ് കിട്ടുക. ഓക്കെ, ഞാൻ നീട്ടി വരക്കുന്നില്ലേ, ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം ഇട്ട് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. അതായത് 30 ഡിഗ്രി സെൽഷ്യസ് വരുന്നത് ഇവിടെയാണ്, കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്താണ് നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. 30 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈൻ ഞാൻ കുത്തനെ മുകളിലോട്ടേക്ക് എടുത്തു. അത് 75% വരുന്ന റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനുമായിട്ട് കൂട്ടിമുട്ടി. അത് ഈ ഒരു പോയിന്റിലായിരുന്നു. അതാണ് ആ പോയിന്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത്. ആ പോയിന്റിന്റെ പേര് ഞാൻ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിന്റെ പേരാണ് 1. ഓക്കെ, ഇനി 1 നിന്ന് 2ലേക്ക് എത്തണം. 2 എന്ന് പറഞ്ഞ പോയിന്റിന്റെ അകത്ത് എനിക്ക് ടെമ്പറേച്ചർ മാത്രമേ ഞാനിപ്പോ കണ്ടുപിടിച്ചേർത്ത് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നും അറിയില്ല. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണോ അല്ലെങ്കിൽ അതിന്റെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയാണോ വേറെ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് 2 വരക്കാൻ പറ്റില്ല. പകരം അത് വരക്കുന്നതിന് പകരം എനിക്ക് വേറൊരു സാധനം തന്നിട്ടുണ്ട്. എന്ത്? കൂളിംഗ് കോയിലിന്റെ ADP ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ.
അപ്പൊ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സാധനം കാണാം, ഡ്യൂ പോയിന്റ് ഓർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ, അതുപോലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇവിടെ കാണാം. അതായത് നമുക്ക് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ വരക്കാം. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ വരുന്ന ലൈന് എവിടെയാണ്, ഈ പോയിന്റ് എവിടെ എടുത്താലും, ഈ ഒരു കർവിന്റെ എവിടെ എടുത്താലും നമുക്ക് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ആണ് കിട്ടുക. നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട് കോയിലിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. എവിടെ പോയാലും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഈ മഞ്ഞ കളർ ലൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ തന്നിട്ടുള്ള എനിക്ക് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ 14ലേക്ക് ഞാൻ പോകും, മഞ്ഞ കളർ എടുക്കാം. 14 10 14 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു പോയിന്റാണ്. ഇതാണ് ആ കർവിൽ ടച്ച് ചെയ്തിട്ടുള്ള പോയിന്റ്. അപ്പൊ നമുക്ക് ഇതാണ് എന്ത്, നമ്മളെ TADP. TADP 14 ഡിഗ്രി സെൽഷ്യസ്. ആ ലോജിക്ക് മനസ്സിലായല്ല? ഓക്കെ അല്ലേ? നമ്മൾ വണ്ണ് എന്നുള്ള പോയിന്റിന്റെ അകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ഞാൻ 1 വരച്ച്. 2 എനിക്ക് തന്നിട്ടില്ല, പകരം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കാൽക്കുലേഷൻ ഒക്കെ വഴി കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് T2 കിട്ടി. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പോയിന്റും കൂടി കിട്ടിയാലേ എനിക്കത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ എനിക്ക് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്, TADP. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ADP കണ്ടുപിടിക്കുക. ഏത് ADP കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് ഈ കർവിലേ വരുള്ളൂ, ഈ ഔട്ട് സൈഡ് കർവിൽ മാത്രമേ അത് വരുള്ളൂ. അപ്പൊ ഞാൻ ഡയറക്റ്റ് TADP മാർക്ക് ചെയ്തു. ഇത് രണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് എന്ത് വരക്കാം, പ്രോസസ്സ് ഇവിടെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. പ്രോസസ്സ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും എനിക്ക് ഡയറക്റ്റ് പറയാം. ഇവിടുന്നോട്ട് ഇടാൻ വരിക പ്രോസസ്സ് ഉണ്ടാകും. പക്ഷെ ഇൻ ബിറ്റ്വീൻ എവിടെയാണ് എൻ്റെ 2 എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുക. കാരണം 14 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിക്കാനൊന്നും പറ്റൂല, അത് ഒരു മെക്കാനിക്കൽ ഡിവൈസിനും പറ്റൂല. അതുകൊണ്ട് തന്നെ 2 എന്ന് പറയുന്ന പോയിന്റ് ഇതിൻ്റെ അകത്ത് എവിടെയോ ഉള്ളത്. 2ന്റെ നമുക്ക് ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ട്. എത്രയാണ് കിട്ടിയത്, 15.6. അപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നു 15. എനിക്ക് ഇവിടെയാണെന്നറിയാം 15.6, ഏകദേശം 16ന്റെ തൊട്ടടുത്തായിരിക്കും. അതായത് ഈ പോയിന്റിലായിരിക്കും അല്ലേ? ഇതായിരിക്കും എന്ത്, ആ പോയിന്റ് ആണ് ശരിക്കുള്ള എന്ത് 2 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ എനിക്ക് 2 കിട്ടി. നമ്മളെ പ്രോസസ്സ് നടക്കുന്നത് 1 നിന്ന് 2ലേക്കാണ്. ഇതാണ് നമ്മളെ പ്രോസസ്സ്, 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സ്. അതിൽ കുറച്ച് ഞാൻ നീട്ടി വരച്ചിട്ടുണ്ട് TADP വരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഒന്ന് കണ്ണ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സാധനത്തിനെ കാണാം. 1 നിന്ന് 2ലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു കോയിലുണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം. ആ കോയിലിന്റെ പേരാണ് കൂളിംഗ് കോയിൽ. അതതിന്റെ ഇടയിലുണ്ട്. അത് 1 നിന്ന് എയർ വരുന്നു. ഇമാജിൻ ചെയ്ത് നോക്കുക, വെറുതെ ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മളെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എയർ ഇങ്ങനെ വരുന്നു. കൂളിംഗ് കോയിൽ ഇവിടെ ഉണ്ട്. കൂളിംഗ് കോയിൽ വഴി പുറത്തേക്ക് എത്തി, അത് 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. ഏതാണ് നമ്മൾ 2 എന്ന് പറഞ്ഞ പോയിന്റ്? അതാണ് ഈ പ്രോസസ്സ്. നമ്മൾ ഇതിന്റെ ടെമ്പറേച്ചർ, പക്ഷെ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യൽ ഇവിടെയാണെന്ന് മാത്രം. ഇൻ ബിറ്റ്വീൻ അവിടെ ഒരു കൂളിംഗ് കോയിൽ ഉണ്ട്, പക്ഷെ അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ മാർക്ക് ചെയ്യുക ഇപ്പുറ സൈഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളിവിടെ നടക്കുന്ന പ്രോസസ്സ്. നമുക്കിപ്പോൾ 2 കിട്ടി. 2 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ എന്തൊക്കെ മാർക്ക് ചെയ്യാം, അതുമായിട്ട് റിലേറ്റ് ആയിട്ട് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ എനിക്ക് കണ്ടുപിടിക്കാം. അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയായിരിക്കും? ഓൾമോസ്റ്റ് 15ന്റെ അടുത്ത് തന്നെ ആയിരിക്കും. പിന്നെ അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയായിരിക്കും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിലേക്ക് പോയി നോക്കാം. 2 എന്ന് പറഞ്ഞ പോയിന്റിലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇതാണ് 0.010 0.012ന്റെ ഇടയിൽ. അതായത് നമുക്ക് ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ 0.011 ആണെന്ന് പറയാം, ധൈര്യമായിട്ട് പറയാം. അത് ഇവിടുത്തെ എന്താൽപ്പി എത്രയാന്ന് നമ്മുടെ ഒരു ചോദ്യം വന്നതായിരിക്കും. എന്നാലും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ മതി, ഇങ്ങോട്ടേക്ക് വരിക.
അപ്പൊ 45ന്റെ തൊട്ട് മുന്നേ ആണ്, അതായത് 44ആണെന്നറിയാം. എന്താൽപ്പി ഏകദേശം അവിടുത്തെ 44ആയിരിക്കും. കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇനി 1ലുള്ള പോയിന്റിന്റെ എന്താൽപ്പി കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. 1ലുള്ള പോയിന്റ് നിന്ന് എന്താൽപ്പി ലൈനിലേക്ക് വരിക, നീട്ടി വരക്കുക. അവിടെ നമുക്ക് കിട്ടും 80ഉം 83 അതും കിട്ടും. അവിടെയുള്ള എന്താൽപ്പി 83 ആണ്. ഇനി 1ലുള്ള അങ്ങനത്തെ എന്ത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ. നമ്മൾ ആ പ്രോസസ്സ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇതൊന്നല്ല. ഇതൊക്കെ മായ്ച്ചളയുന്നുണ്ട്. മൊത്തം ഒന്നുകൂടെ വരച്ചരാം. വൃത്തിയോടൊക്കെ മാറ്റിക്കളി. ഒന്നാമത്തെ പോയിന്റ് വരുന്നത് ഏതാണ്ട് 30 ഡിഗ്രി സെൽഷ്യസും 75% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഒന്നാമത്തെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്പർ 1. പിന്നെ ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ADP അറിയാം. ADP അറിയുന്നതിനെ കൊണ്ട് 14 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയാം. അപ്പൊ ADPന്റെ പോയിന്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഞാൻ TADP എന്ന് പറഞ്ഞത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ പ്രോസസ്സ് ഏതാണ്ട് ഇവിടുന്ന് തൊട്ട് ഇങ്ങോട്ടേക്കാണ് നടക്കുകയെന്നറിയാം. ഇനി ഞാൻ 2 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കണം. 2 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷനൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് കണ്ടുപിടിച്ചു. 15.6 ആണ്. അത് ഏതാണ്ട് ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. അതാണ് നമ്മൾ 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി 1ലെയും 2ലെയും എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാന്ന് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ആരുണ്ട്? 1 നിന്ന് 2ലേക്ക് വരുന്ന വഴിക്ക് ഇതിന്റെ ഇടയിൽ ഒരു കൂളിംഗ് കോയിൽ ഉണ്ട് എന്നാണ് അർത്ഥം. എന്നിട്ടാണ് നമ്മൾ 2 എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തിയത്. ഇതൊക്കെ കിട്ടി ക്വസ്റ്റ്യൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദ കോയിൽ. അതായത് 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള കോയിൽ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാണ്? 15.6 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിലാണ്. എന്ന് വെച്ചാൽ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഹീറ്റ് അബ്സോർപ്ഷന്റെ ഇക്വേഷൻ അറിയാം. എന്താന്ന്? Q is equal to, അതായത് 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സിൽ നടക്കുന്ന ഹീറ്റ് അബ്സോർപ്ഷൻ Q1 to 2 is equal to മാസ് ഫ്ലോ റേറ്റ് ഇൻടു H. ഇവിടെ നമുക്ക് ഏതാ കൂടുതലുണ്ടാവും? H1 ആണോ H2 ആണോ? H1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എടുത്താൽ എത്ര കിട്ടും? ഒരു 81 കിട്ടി. 81 82 എടുത്തോ. H2 എന്ന് പറയുന്നത് ഏകദേശം 44 ആണ്. അപ്പോൾ H1 മൈനസ് H2 ആണ് എടുക്കാൻ. എന്താൽപ്പിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. H1 മൈനസ് H2 എടുത്തു. ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് എനിക്ക് അറിയില്ല, പകരം എനിക്ക് വോളിയം ഫ്ലോ റേറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ വോളിയം ഫ്ലോ റേറ്റിനെ മാസ് ഫ്ലോ റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വോളിയം ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം എടുത്താൽ മതി. 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്പെസിഫിക് വോളിയം എടുക്കുക. ഇൻടു H2 എനിക്ക് കിട്ടിയിട്ടുണ്ട്, H1 എനിക്ക് കിട്ടിയിട്ടുണ്ട് 82 മൈനസ് H1 എനിക്ക് കിട്ടിയിട്ടുണ്ട് 44. ഇനി വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് എനിക്ക് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കി വോളിയം ഫ്ലോ റേറ്റ് സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാമല്ലോ. 2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള 1ലെ 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കണം. ഇപ്പോൾ ഏതാണ്ട് സെൻട്രലായിട്ടാണ് വരുന്നത്. 0.88ഉം 0.90 ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? 0.89 അതാണ് നമ്മളെ സ്പെസിഫിക് വോളിയം വരുന്നത്. കാരണം ഏകദേശം നടുവിലാണ്, ഓൾമോസ്റ്റ്. അതുകൊണ്ട് ഞാൻ 0.89 എടുത്തു. നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് എടുത്താൽ മതി ഏകദേശം എത്ര വരുന്നുള്ളത്. ഓക്കെ, സ്പെസിഫിക് വോളിയത്തിന്റെ ലൈന് ഇങ്ങനെയുള്ള ലൈൻസ് ആണ്. അപ്പോൾ ആ ലൈന് ഞാൻ കുറച്ചൊന്ന് നീട്ടി വരച്ചു നോക്കി. കാരണം താഴത്താണ് എനിക്ക് റീഡിംഗ് ഒക്കെ ഉള്ളത്.
സ്പെസിഫിക് വോളിയത്തിന്റെ റീഡിങ് തരുന്നത് താഴത്ത് ഭാഗത്ത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് നീട്ടി വരച്ച് നോക്കിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി 0.88ഉം 0.90 ഏകദേശം നടുവിലായിട്ടാണ് വരുന്നത്. 0.88ന്റെ 0.90 ഇടയിൽ എന്ന് വെച്ചാൽ 0.89 ആയിരിക്കും. അതുകൊണ്ട് 0.89 എടുത്തു. അങ്ങനെ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം. ഇവിടെ വെച്ചിട്ട് കണ്ടുപിടിക്കാം നമുക്ക്. അത് Q1 to 2 കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു H1 മൈനസ് H2 ആണ്. കാരണം 1 ആണ് കൂടുതൽ എന്തായാലും. മാസ് എനിക്ക് തന്നിട്ടില്ല, പകരം എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വോളിയം ഫ്ലോ റേറ്റ് ആയിരുന്നു. അപ്പൊ വോളിയം ഫ്ലോ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വോളിയം ഡിവൈഡ് ബൈ സ്പെസിഫിക് വോളിയം ഇൻറ്റു H2 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 82 മൈനസ് H1 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 44 ഈക്വൽ ടു വോളിയം ഫ്ലോ റേറ്റ്. നോക്കി എന്തിൻ്റെ അകത്ത് തന്നിട്ടുള്ളത് 200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുള്ളത് 200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. മിനിറ്റിൽ നമ്മളൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പൊ അതിനെ നമ്മൾ എന്താക്കണം, സെക്കൻഡിലേക്ക് മാറ്റണം. 200 ഡിവൈഡ് ബൈ 60 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, സെക്കൻഡിലേക്ക് ആവും. അത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് ആവും. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ വേണ്ടി 60 വെച്ച് ഇതാക്കിയാൽ മതി. അപ്പൊ മിനിറ്റ് സെക്കൻഡിലേക്ക് മാറും. 0.0 ഇതെത്ര കിട്ടുക, എല്ലാവരും ബോറടിച്ചിട്ട് പോയാ? ഒരു അടിപൊളി സാധനം കണ്ടിട്ട് ബോറടിയാ? എത്ര കിട്ടുക മിനിറ്റിന്റെ സെക്കൻഡ്? 3.33. ഓക്കെ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് മാറി. അപ്പൊ ഞാൻ അത് ഇവിടെ ചെയ്തു 3.33 ഡിവൈഡഡ് ബൈ VS. എനിക്ക് എത്രയായിരുന്നു കിട്ടിയത്? സ്പെസിഫിക് വോളിയം ആ ഒരു പോയിന്റിലുള്ള 0.89 ഇൻറ്റു 82 മൈനസ് 44 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടും. എത്ര? ഇതാ എനിക്കുള്ള ഉത്തരം കിട്ടും. എത്രയാന്ന് വെച്ചാ പറഞ്ഞു. 138.5. 128.57 അത്രയും കിലോ ജൂൾ പെർ സെക്കൻഡ്, അഥവാ എത്രയും കിലോ വാട്ട്. ഇതിനെ ടണ്ണിലേക്ക് മാറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, 128.57 ഡിവൈഡഡ് ബൈ 3.5 ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് എത്രയാണോ ടണ്ണ് അതും എഴുതി വെക്കുക. 38.57 ഡിവൈഡ് ബൈ 3.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടണ്ണിലേക്കും മാറി കിട്ടും. ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിന്റെ കൂടെ തന്നെ എനിക്കൊരു സാധനം കൂടി കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്ക് പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച്. ഡിറ്റർമൈൻ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിങ് ദ കോയിൽ. കോയിലിന്റെ അകത്ത് നിന്ന് കടന്നു പോകുന്ന അത് 2 എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ. കപ്പാസിറ്റി ഓഫ് കൂളിംഗ് കോയിൽ എന്ന് വെച്ചാൽ എത്രത്തോളം ഹീറ്റ് അത് റിമൂവ് ചെയ്യുന്നുണ്ട്, അതും നമ്മൾ കണ്ടുപിടിച്ച് വെച്ച്. ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ഇവിടെ നമുക്ക് എന്ത് മാറ്റമുണ്ട്? ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാല് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയിക്കളൊക്കെ ചോദ്യം ചോദിക്കാൻ. ഇവിടെ തണുപ്പിക്കൽ മാത്രമല്ലല്ലോ നടന്നത്, തണുപ്പിക്കുന്നതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്താണ്? വെള്ളത്തിന്റെ കണ്ടന്റിന്റെ അവസ്ഥ നോക്കി. വാട്ടർ കണ്ടന്റിന്റെ അവസ്ഥ എന്താ? 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത്രയും വാട്ടർ കണ്ടന്റ് ഉണ്ടായിരുന്നു. 2 എത്തിയപ്പോഴേക്ക് അത് അത്രയും കുറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ പേരെന്താന്ന് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയും അല്ലെ. അതിന്റെ പേരാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. കാരണം 1 എന്ന് പറഞ്ഞ പോയിന്റിൽ 0.020 ഉണ്ടായിരുന്നു, അത്രയും അളവിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് 2 എത്തിയപ്പോഴേക്ക് 0.012 ആയി. ഏകദേശം വാല്യൂ ആണ് ഞാൻ പറയുന്നുള്ളൂ, ഞാൻ കാണുന്ന വാല്യൂ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ റിമൂവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും?
നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 1 2 ഈ ഒരു പ്രോസസ്സിന്റെ അകത്ത് എത്രത്തോളം വെള്ളം റിമൂവ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഹീറ്റ് നമ്മൾ മനസ്സിലാക്കി, എത്രത്തോളം ക്യൂ അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. എത്രത്തോളം വെള്ളം റിമൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? അപ്പോൾ നിങ്ങൾ എഴുതും 0.20, ഏകദേശം വാല്യൂ വെച്ചിട്ട് പറയുന്നതാണ്. 0.020 മൈനസ് 0.012 എന്ന് എഴുതും അല്ലേ? ഇതാണ് ഒമേഗ റിമൂവ് ചെയ്തത്. ഇത്രത്തോളം വെള്ളമാണ് റിമൂവ്ഡ് നമ്മൾ പറഞ്ഞിട്ട് എഴുതും ചിലപ്പോൾ. കാരണം ഒറ്റ ഓട്ടത്തിൽ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പക്ഷെ അതല്ല, നമ്മൾ ഹീറ്റ് അബ്സോർബ്ഡ് കണ്ട പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അതിന്റെ മുമ്പിൽ ഒരു മാസും കൂടി ഇട്ടുകൊടുത്താൽ മതി. മാസ് ഇൻറ്റു ω1 മൈനസ് ω2. നമ്മൾ ക്യൂ കണ്ടുപിടിച്ച പോലെ തന്നെ മാസ് ഇൻറ്റു എൻതാൽപ്പി ഡിഫറൻസ് ആയിരുന്നു നമ്മൾ ഹീറ്റ് അബ്സോർബ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. എമൗണ്ട് ഓഫ് വാട്ടർ റിമൂവ്ഡ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഇൻറ്റു ω1 മൈനസ് ω2 എടുത്താൽ. അപ്പൊ നമുക്ക് മാസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നോക്കാം. ω1ന്റെ വാല്യൂ വരുന്നത് 0.020, ω2 വരുന്നത് 0.012. ഓക്കെ, ഓർമ്മയിൽ വെച്ചോ. നമുക്കത് ഇവിടെ ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇൻ കേസ് ഞാൻ ചോദിക്കുകയാണ്, എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് കണ്ടുപിടിക്കണം എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ω1 മൈനസ് ω2. വെള്ളത്തിന്റെ കണ്ടന്റ് ഒമേഗ എന്ന് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. മാസ് എനിക്ക് കിട്ടിയ എത്രയായിരുന്നു? 3.33 മീറ്റർ ക്യൂബ് പെർ മീറ്റർ ക്യൂബ് അല്ലല്ലോ. മാസ് എത്രയായിരുന്നു കിട്ടിയത്? കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. 3.33 ഡിവൈഡ് ബൈ 0.89. 3.33 ഡിവൈഡ് ബൈ 0.89 മാസ് ഇൻറ്റു ω1 0.020 മൈനസ് ω2 0.012 അല്ലേ? 2 0.012 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ റിമൂവ്ഡ് കിട്ടും. എത്ര കിട്ടുന്നത്? ഏതാണ്ടൊരു വാല്യൂ പറ. കാൽക്കുലേറ്ററിന്റെ അകത്തൊക്കെ ഒന്ന് കുത്തിയിട്ട് ഒരു ആൻസർ പറഞ്ഞു. 0.0333. 0.033. ഓക്കെ. എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ എന്നാ മനസ്സിലാവും. അപ്പൊ കിലോഗ്രാം പെർ സെക്കൻഡ്. എമൗണ്ട് എന്ന് വെച്ചാൽ എത്രത്തോളം വെയിറ്റ്, എത്രത്തോളം ഭാരത്തിൽ നമ്മളത് കളഞ്ഞിട്ടുണ്ടെന്ന് വെള്ളത്തിന്റെ. അപ്പൊ ഇത്രയും കിലോഗ്രാം പെർ സെക്കൻഡ് വെള്ളം നമ്മൾ അവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, സിമ്പിളാണ്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് പ്രോബ്ലം പഠിക്കുമ്പോഴത്തേക്കാണ് ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് റെഫ്രിജറേഷനിലേക്കുള്ള ശരിക്കുള്ള റെഫ്രിജറേഷൻ കാര്യങ്ങളിലേക്ക് എത്താൻ പോകുന്നു. ഇനി അടുത്ത് പഠിക്കുമ്പോഴത്തേക്കും പുതിയൊരു ടേം കൂടി നമ്മൾ പഠിക്കും. അതിനാണ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്നൊക്കെ പറയും. നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അടുത്ത കാര്യങ്ങളെ പറ്റിയിട്ട് പഠിച്ചോളാം. നമുക്ക് ഈ പ്രോബ്ലം തൽക്കാലം ഡിലീറ്റ് ആക്കാം. അടുത്ത പ്രോബ്ലത്തിനെ കൊണ്ടുവരാം. എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക്
പുതിയൊരു പ്രോബ്ലം നിങ്ങളെ സ്ക്രീനിൽ ഇപ്പം തെളിഞ്ഞു വരും. നിങ്ങൾ ഇത്രയും സമയം ഒരു സാധനത്തിനെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത്. ഒറ്റൊന്നേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഒരു എയറിന്റെ ഒരു പൈപ്പിൽ കൂടെ ഒരു എയർ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എയറിനെ മാത്രം നമ്മൾ തണുപ്പിച്ചിട്ടും ചൂടാക്കിയിട്ടൊക്കെയായിരുന്നു കളിച്ചുകൊണ്ടത്. ഇനി അത് രണ്ടെണ്ണം. അപ്പോഴും പേടിക്കാനൊന്നുമില്ല. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. എയർ ഫ്ലോയിങ് അറ്റ് എ റേറ്റ് ഓഫ് 100 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്, അതായത് വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് DBTയും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അത് ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞതിൽ യാതൊരു വ്യത്യാസമില്ല. ഇതുവരെ വളരെ ശരിയാണ്. വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, 2 പോയിന്റും തന്നിട്ടുണ്ട്. ഈസ് മിക്സ്ഡ് വിത്ത് അനദർ സ്ട്രീം ഫ്ലോയിങ് അറ്റ് എ റേറ്റ് ഓഫ് 20 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. എന്ത് സംഭവിച്ചു? ഈ 100 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിരുന്നു. ആ ഒരു സാധനം അനദർ സ്ട്രീം ഫ്ലോയിങ് അറ്റ് എൻ റേറ്റ് ഓഫ് 20 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് വേറൊരു സ്ട്രീമുമായിട്ട്, വേറൊരു എയറിന്റെ പൈപ്പ് ലൈനുമായിട്ട് മിക്സ് ആകുന്ന. പക്ഷെ ആ പൈപ്പ് ലൈനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 26 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ടെമ്പറേച്ചർ വന്നിട്ടുള്ള 50% തന്നെയാണ്. പക്ഷേ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇല്ല. അതിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വ്യത്യാസമൊന്നുമില്ല, ടെമ്പറേച്ചർ മാറി. ദ മിക്സ്ചർ ഫ്ലോസ് ഓവർ എ കൂളിംഗ് കോയിൽ. ഈ ഇങ്ങനെ ഉണ്ടായ സാധനത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂളിംഗ് കോയിലിൽ കൂടെ കടത്തിവിടുന്നത്. ഹൂസ് ADP ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ADP ആണ് തന്നിട്ടുള്ളത്. ആ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുള്ളത്. അതിന്റെ ബൈപ്പാസ് ഫാക്ടറും തന്നിട്ടുണ്ട് 0.2. ഫൈൻഡ് DBT ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ ലീവിംഗ് ദ കോയിൽ. അങ്ങനെയാണെങ്കിൽ ഈ മിക്സ് ആയിട്ടുള്ള എയർ ഇതുവഴി കടന്ന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഇതിനെ നമ്മളൊന്ന് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നടത്തുകയാണെങ്കിൽ സിമ്പിളാണ്. നമ്മൾ ഇത്രയും സമയം പഠിച്ചത് ഒരു പൈപ്പ് ലൈൻ ആയിരുന്നു. ഒരു പൈപ്പ് ലൈനിന്റെ ഉള്ളിൽ കൂളിംഗ് കോയിൽ ഇങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു കൂളിംഗ് കോയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു എയർ വരുന്നു, തണുപ്പിക്കുന്നു, പുറത്തേക്ക് എത്തുന്നു. അങ്ങനെ 1 നേരെ 2, ഇതിന് നമ്മൾ ADP എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യമായിരുന്നു പഠിച്ചത്. ഈ ഒരു പ്രോബ്ലത്തിന്റെ അകത്തുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പൈപ്പ് ലൈന് സെയിം തന്നെ. പൈപ്പ് ലൈനിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൂളിംഗ് കോയിലിനെയും വെച്ചിട്ടുള്ളത്. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ഈ പൈപ്പ് ലൈനിലേക്ക് വരുന്നത് 2 സെറ്റ് ഓഫ് എയറുകളാണ്. ഓക്കെ, 2 എയർ വരുന്നുണ്ട് ഈ കൂളിംഗ് കോയിലിന്റെ ഉള്ളിലേക്ക്. ഒന്നിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. 40 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് എയർ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു പൈപ്പിലുള്ള എന്ത് വരുന്നുണ്ട്? 26 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള വേറൊരു എയറും കൂടി വരുന്നുണ്ട്. ഒരു റെഡ് കളർ എയറും നല്ല ചൂടുള്ള എയർ, പിന്നെ ഒരു മീഡിയം ചൂടുള്ള എയർ, 26 ഡിഗ്രി സെൽഷ്യസ് ഉള്ള എയറും കൂടി മിക്സ് ആവുക. അത് മിക്സ് ആയതിനു ശേഷം ഒരു പുതിയ ടൈപ്പ് ഓഫ് എയർ ആയിട്ടുണ്ടാവല്ലോ. എന്തായാലും ഒരു വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് എയർ ആയിട്ടുണ്ടാവും തമ്മിൽ മിക്സ് ആയിട്ട്. ആ ടൈപ്പ് ഓഫ് എയറിന് ആണ് നമ്മളെ ഇതുവഴി കടത്തിവിടുന്നത്. എന്നിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ മൊത്തം എത്ര സാധനങ്ങളുണ്ട്? 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറഞ്ഞ സാധനം കിട്ടുക അല്ലേ? 1 എന്ന് പറഞ്ഞ എയർ ഉണ്ട്, 2 എന്ന് പറഞ്ഞ എയർ ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. ടെമ്പറേച്ചറും പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ 3 എന്ന് പറഞ്ഞിട്ട് പേരുന്നത്. ഈ 3 എന്ന് പറഞ്ഞ ആളാണ് കൂളിംഗ് കോയിൽ വഴി കടന്നിട്ട് അത്യാവശ്യം ബൈപ്പാസിംഗ് ഒക്കെ നടത്തി ഉടായ്പൊക്കെ നടത്തിയിട്ട് എവിടത്തേക്ക് എത്തുന്നത്? പുറത്തേക്ക് എത്തുന്നത്. 4 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇതാണ് നമുക്ക് ADP തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ADP എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ. അപ്പൊ ഈ ഒരു ലോജിക്ക് മാത്രം മനസ്സിലാക്കി വെക്കുക. നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. മിക്സിംഗ് ഉണ്ടെന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാനും ഡൗട്ട് അടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. 2 എയർ തമ്മിൽ മിക്സ് ആയി കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റേറ്റിലേക്ക് എത്തും. ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ കൂളിംഗ് കോയിൽ വഴി കടത്തിയിട്ട് 4 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൾക്കാർ
എൻ്റെ ചാർജർ ഊരിക്കും, ആവശ്യമില്ല. പെട്ടെന്ന് അറ്റൻഡൻസിലേക്ക്